ചുണ്ട് നമ്മുടെ ഒരു സെൻസിറ്റീവ് പാർട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ചുണ്ട് പൊട്ടിപ്പോകുന്നതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ചൂടേൽക്കുക, ഒരുപാട് തണുപ്പ് ഏൽപ്പിക്കുക നിമിത്തം, പിന്നെ വരണ്ട കാറ്റ്, ഇതൊക്കെ നിമിത്തം നമുക്ക് ചുണ്ട് ഇങ്ങനെ വിണ്ട് കീറാറുണ്ട്. ഇതിന് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് പറയുന്നത് വെള്ളം ധാരാളം കുടിക്കുക, ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം ഉപയോഗിക്കുക, ചുണ്ടിൽ ലിപ് ബാംസ് യൂസ് ചെയ്യുക, നെയ്യ് ഉപയോഗിക്കുക. ഡിസംബർ ആണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും വരാൻ പോകുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് ക്രാക്ഡ് ലിപ്സ് അഥവാ ചുണ്ട് വിണ്ടുകീറൽ. ഞാൻ ഡോക്ടർ പ്രിയ രാമചന്ദ്രൻ. സാധാരണയായി ഇത് ഭക്ഷണക്രമം, കാലാവസ്ഥ വ്യതിയാനം, ആരോഗ്യം ഇതൊക്കെ ആശ്രയിച്ച് പലരുടെയും ലിപ്സ് ക്രാക്ക് ആവാറുണ്ട്. ഇതിന് ആയുർവേദത്തില് ഓഷ്ടഭാഗം എന്നാണ് പറയുന്നത്. ചുണ്ട് നമ്മുടെ ഒരു സെൻസിറ്റീവ് പാർട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന്റെ കാരണങ്ങൾ, ചുണ്ട് പൊട്ടിപ്പോകുന്നതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ചൂടേൽക്കുക, ഒരുപാട് തണുപ്പ് ഏൽപ്പിക്കുക നിമിത്തം, പിന്നെ വരണ്ട കാറ്റ്, ഇതൊക്കെ നിമിത്തം നമുക്ക് ചുണ്ട് ഇങ്ങനെ വിണ്ട് കീറാറുണ്ട്. പിന്നെ നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ, മാർക്കറ്റിൽ കിട്ടുന്ന വില കുറഞ്ഞതായിട്ടുള്ള കെമിക്കലുകൾ ഒരുപാടുള്ള ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന നിമിത്തം, അതുപോലെ കെമിക്കലായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുന്ന നിമിത്തം ഒക്കെ ഉണ്ടാവാറുണ്ട്. അടുത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ബി കുറയുക, വൈറ്റമിൻ കെ കുറയുക നിമിത്തം, ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണം ചുണ്ടില് ഇതുപോലെ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അമിതമായ പുകവലി, മദ്യപാനം, ഇതൊക്കെ നിമിത്തം ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് നനയ്ക്കുന്ന സ്വഭാവം ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കും ഇങ്ങനെ കാണാറുണ്ട്. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഡ്രൈ ലിപ്സ് ആയിരിക്കും, രക്തം പൊടിയുക, ചുണ്ടിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വരിക, പിന്നെ ചുണ്ടിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവുക, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദന ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് പറയുന്നത് വെള്ളം ധാരാളം കുടിക്കുക, ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം ഉപയോഗിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുണ്ട് നനയ്ക്കുന്നത് ഒഴിവാക്കുക, ചുണ്ടിൽ ലിപ് ബാംസ് യൂസ് ചെയ്യുക, നെയ്യ് ഉപയോഗിക്കുക. കിടക്കുമ്പോഴൊക്കെ സ്ഥിരമായി ലിപ് ബാം പുരട്ടിയിടുന്നത് ക്രാക്ഡ് ലിപ്സ് ഒഴിവാക്കാൻ അത് സഹായിക്കും. കുങ്കുമാതി തൈലം പോലെയുള്ള ഈ വർണ്ണീയമായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യുന്ന ഒന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ ബിയുടെ ഒക്കെ അഭാവം മൂലം ഉണ്ടാവാം. അപ്പൊ അതിന്റെ സപ്ലിമെന്റ്സ് എടുക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ചുണ്ടുപൊട്ടൽ സാധാരണയായ ഒരു വിഷയമാണെങ്കിലും സ്ഥിരമായിട്ട് ഇത് ഇങ്ങനെ കണ്ടുവരികയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണേണ്ടതാണ്.